ഒരു ഓടുന്ന വണ്ടിയിൽ ഒരു കുട്ടിയെ അതിക്രമിക്കുക, അത് ചിത്രീകരിക്കുക, അതിൻ്റെ പേരിൽ വിലപേശുക എന്നൊക്കെ പറയുന്ന 8 വർഷമായി കേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അതിജീവിതയുടെ അഭിഭാഷക, പബ്ലിക് പ്രോസിക്യൂട്ടർ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ കേസിനെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കോൺസ്പിറസി തിയറി പ്രൂവ് ചെയ്യാനുള്ളൊരു പീസ് ഓഫ് പേപ്പർ പോലും പ്രോസിക്യൂഷൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും കേസ്? ഇത് ഇവിടെ സംഭവിച്ചത് ഒരാളെ ഫ്രെയിം ചെയ്യാൻ നോക്കി, ഒരാളെ എടുത്തു വെച്ചു, ഇയാളാണ് പ്രതി, ഇയാളാണ് എല്ലാം ചെയ്തത്. വിക്ടിമിൻ്റെ 5 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ 5 സ്റ്റേറ്റ്മെൻറ്റിനകത്തും 8-ാം പ്രതിയെ പറ്റിയില്ല. അപ്പോൾ അതെന്താണ്? ആദ്യം മനസ്സിലാക്കുക, ഈ വ്യക്തി ഒരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് തെളിവാണ് വേണ്ടത്. അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് കോടതി പറഞ്ഞ് കുറ്റക്കാരനല്ല. അവരുടെ വീടിൻ്റെ പൊക്കത്ത് ഡ്രോൺ പറത്തി. അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന യാതൊരുവിധ പരിരക്ഷയില്ല. വിക്ടിമിൻ്റെ അഭിഭാഷക പറഞ്ഞത് ദിലീപ് റേപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. 1-ാം പ്രതിനെ പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്യും. പോലീസിന് കസ്റ്റഡി വാങ്ങിക്കാം, എന്താ കസ്റ്റഡി കൊടുക്കൂലേ കോടതി? അപ്പോൾ എന്തിനാ അവിടെ ഒരു ഷോ കാണിച്ചു? അഡ്വക്കേറ്റ് ആണ് നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റായി ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, ഒരു കേസുണ്ട്, അതിജീവിതയുടെ ഒരു കേസ്. അത് എനിക്ക് തോന്നുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടൊരു ക്രൈമാണ്. ഒരു ഓടുന്ന വണ്ടിയിൽ ഒരു കുട്ടിയെ അതിക്രമിക്കുക, അത് ചിത്രീകരിക്കുക, അതിൻ്റെ പേരിൽ വിലപേശുക എന്നൊക്കെ പറയുന്ന 8 വർഷമായി കേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇപ്പം ഞാൻ അവളോടൊപ്പോ അവനോടൊപ്പോ എന്നൊന്നും ചോദിക്കുന്നില്ല, ആ കേസിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ കേസിന് സംഭവിച്ചതിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം എന്ന് തന്നെ വേണം. ആസ് എ പേഴ്സൺ, ആസ് എ ലോയർ ഞാൻ പറയുന്നത്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചു. അത് കോസ് ഓഫ് ആക്ഷൻ. യഥാർത്ഥത്തിൽ ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാലും ഞാൻ പറയും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ ഒരാളെ, അതായത് ഒരു തരത്തിൽ പോലും വ്യക്തതയില്ലാതെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും വളരെ ആത്മരോക്ഷം കൊണ്ട് പറയുന്നുണ്ട്, എന്താ പറയുക, നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ, ജനങ്ങളുടെ കോടതിയിൽ ഇല്ലാതെയാക്കും. ആദ്യം വേണ്ടത് എവിഡൻസ് ഉണ്ടാക്കുക എന്നാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ കഴിവില്ലാത്തതാണോ കേരള പോലീസ്? കേരള പോലീസിന് നല്ല കഴിവുണ്ട്. ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. കോൺസ്പിറസി തിയറി പ്രൂവ് ചെയ്യാനുള്ളൊരു പീസ് ഓഫ് പേപ്പർ പോലും പ്രോസിക്യൂഷൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും കേസ്? ശരിയാണ്, ഞാൻ അവളോടൊപ്പം തന്നെയാണ്. പക്ഷെ ഇപ്പോ ഇവിടെ നടക്കുന്നത് തീർച്ചയായും ഒരു അഭിഭാഷക ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കോടതിയെ കുറ്റം പറയുക, വിധി പറഞ്ഞ ജഡ്ജിയെ കുറ്റം പറയുക, തോന്നിവാസങ്ങൾ എഴുതി വെക്കുക. ഞാൻ അവളോടൊപ്പം എന്ന് പറയുമ്പോൾ ആ ജഡ്ജിയോടൊപ്പം കൂടിയാണ്. അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും പറയുന്നു ഈ ജഡ്ജി ഒരു സ്ത്രീയാണ്, അപ്പൊ ആ ഒരു ജഡ്ജിയായ സ്ത്രീനെ കുറിച്ച് കുറ്റം പറയുന്നവരുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവരൊരു സ്ത്രീയല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അവളോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ജഡ്ജി നിൽക്കേണ്ടത് അവളോടൊപ്പോ അവനോടൊപ്പോ അല്ല, എവിഡൻസുകൾക്കൊപ്പമാണ്. എവിഡൻസ് ആണ് ജഡ്ജി നോക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്ത്രീ അവരുടെ അതായത് ജോലിയുടെ, അവരുടെ കരിയറിനകത്ത് ഒരു 7 കൊല്ലം ഒരു കേസിന് വേണ്ടി ഒരു കേസിൽ നിൽക്കുക, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. എവിഡൻസിന്റെ ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഒന്നും വേണ്ട. 1-ാം പ്രതിനെ പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തു. ഈ 1-ാം പ്രതി അവിടെ വന്നത്, 1-ാം പ്രതിനെ എന്തിനാ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തത്? എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? 1-ാം പ്രതി അവിടെ ഇപ്പൊ കോടതിയിൽ കീഴടങ്ങിയാലും പോലീസിന് ചോദിക്കാം, പോലീസിന് കസ്റ്റഡി വാങ്ങിക്കാം, എന്താ കസ്റ്റഡി കൊടുക്കൂലേ കോടതി? കസ്റ്റഡി കൊടുക്കാതിരിക്കോ? അപ്പൊ എന്തിനാ അവിടെ ഒരു ഷോ കാണിച്ചു? 1-ാം പ്രതിയുടെ ഫോൺ പ്രോപ്പറായി സീസ് ചെയ്തു. എന്തൊക്കെ സംഭവിച്ചു? അപ്പോൾ ഈ കേസ് ആസ് എ പേഴ്സൺ, ആസ് എ ലോയർ എനിക്ക് പറയാനുള്ളത്, പ്രോപ്പറായിട്ട് പ്രോസിക്യൂഷൻ
ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പ്രോപ്പറായി അന്വേഷിക്കാതെ ഉം. അതിൽ തന്നെ എന്താ ജഡ്ജ്മെന്റ് വായിച്ചത് ഒരു കുറച്ച് ഭാഗം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ എടുത്ത് പറയുകയാണ്. ഇവർ പറഞ്ഞ ഒരു ഒരു അതായത് എന്താ പറയുക സെനാരിയോ, ആ ഒരു സെനാരിയോയില് സുനിയും 8ാം പ്രതിയും തമ്മിൽ കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സെനാരിയോയില് സുനി ഇവിടെ ഇല്ല. അപ്പൊ അത് 8ാം പ്രതിയുടെ ലോയർ പ്രൂവ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ നിയമത്തിനൊരു കുറച്ച് ഇതുണ്ട്. നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്ന തെറ്റായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അത് ലീഗൽ മാക്സിമാണ്. അപ്പോ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം, ആ പെൺകുട്ടിയുടെ കേസിൽ കുറെ കൂടി വിജിലന്റ് ആയിട്ട് വേണമായിരുന്നു ആ കേസ് അന്വേഷിക്കാൻ. അതിനും വിഷമം തോന്നിയത് ആ പെൺകുട്ടിയുടെ ഡിഫാക്റ്റോ അഭിഭാഷകൻ. ഞാൻ ഡിഫാക്റ്റോ അഭിഭാഷകയായി ഹൈക്കോടതിയിൽ കേസ് പറഞ്ഞിട്ടുള്ള ആളാണ്. സുപ്രീം കോടതിയിൽ ഞാനും അവിടെ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള ആളാണ്. ഡിഫാക്റ്റോ അഭിഭാഷകയായിട്ട് നിൽക്കുമ്പോൾ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം, അനാവശ്യം പറയരുത്, കുറെ പക്വത പാലിക്കണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് എനിക്കറിയില്ല, കേട്ടപ്പോൾ ഒത്തിരി സങ്കടവും ദേഷ്യവും നിരാശയൊക്കെ തോന്നിയതാണ്. വിക്ടിമിന്റെ അഭിഭാഷക പറഞ്ഞത്, ദിലീപ് റേപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നിങ്ങൾ കേട്ടോന്ന്? അങ്ങനെ ഒരു റേപ്പ് ആര് ചെയ്താലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതോ നോർമലൈസ് ചെയ്യാൻ കഴിയുന്നതോ പറ്റിയൊരു ക്രൈം അല്ല. അത്ര പോലും പക്വത പാലിക്കാതെ ആണ് വിക്ടിമിന്റെ അഭിഭാഷക മൈക്ക് കണ്ടപ്പോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ അതിജീവിതയുടെ അഭിഭാഷക, പബ്ലിക് പ്രോസിക്യൂട്ടർ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ കേസിനെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അന്വേഷണം മുതല്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മുതല് കുറച്ചുകൂടി പക്വതയോടുകൂടി മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ ഈ കേസ് തെളിയുമായിരുന്നു. എല്ലാ കേസിനും ഒരു ഗോൾഡൻ അവർ ഉണ്ട്. ആ ഗോൾഡൻ അവർ ഒരാളെ, ഇത് ഇവിടെ സംഭവിച്ചത് ഒരാളെ ഫ്രെയിം ചെയ്യാൻ നോക്കി, ഒരാളെ എടുത്തു വെച്ചു, ഇയാളാണ് പ്രതി, ഇയാളാണ് എല്ലാം ചെയ്തത്. അന്ന് ആ പണിയെങ്കിലും വൃത്തിയായി ചെയ്യണ്ടേ? ഇപ്പോ 8ാം പ്രതിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നെങ്കിൽ ഫ്രെയിം ചെയ്യുമ്പോൾ കൃത്യമായി ഫ്രെയിം ചെയ്യാനെങ്കിലും നോക്കണം. എവിഡൻസോടുകൂടി വേണം മുന്നോട്ട് വരാൻ. ഇത് പ്രോപ്പറായി ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺസ്പിറസി തിയറിയുടെ ഒരു പ്രൂഫ്, ഒരു പീസ് ഓഫ് പേപ്പർ പോലും സബ്മിറ്റ് ചെയ്യാതെ ഉള്ളൊരു ഒരു കേസാണ്. പ്രോസിക്യൂഷൻ ദുർബലമാക്കിയ ഒരു കേസാണത്. ഇതില് ആർക്ക് നഷ്ടമുണ്ടായെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് മാത്രമാണ്. നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പലരും പറയും മനസാക്ഷിയുടെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും. നമ്മുടെ കോടതികൾക്ക് ആദ്യം മനസ്സിലാക്കുക, പ്രൂഫാണ് ആവശ്യം. ഈ കേസിന് ആദ്യം മുതലേ തന്നെ എല്ലാവരും ഉന്നയിച്ചൊരു കാര്യമുണ്ട്, ഗൂഢാലോചന, 8ാം പ്രതിയുടെ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ കേസിന്റെ പകർപ്പ് വായിച്ച വിധി പകർപ്പ് വായിച്ച ഒരാളാണ്. ഈ ഗൂഢാലോചനയെ പറ്റി എന്താണ് അതിൽ പറയുന്നത്? ഗൂഢാലോചന, ഇത് ആദ്യം തന്നെ പറയട്ടെ, 1721 പേജുള്ള ഒരു വലിയൊരു പുസ്തകമാണ് ഈ വിധി പകർപ്പ്. പൂർണ്ണമായും വായന തീർന്നിട്ടില്ല. കാരണം ഹൈക്കോടതി അടയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ എന്ന് പറഞ്ഞ തിരക്കുകളും ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായി വായിച്ച ശേഷം മാത്രമാണ് നമുക്ക് അതിനകത്തൊരു എടുത്ത് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. പകുതി വായനയിൽ ഞാൻ പറഞ്ഞില്ലേ, കോൺസ്പിറസി തിയറിയുടെ ഒരു പീസ് ഓഫ് പേപ്പർ പോലും ഹാജരാക്കാതെ വെച്ചിട്ടുള്ള ഒരു കേസാണ്. അപ്പോ കുറെ കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ നോക്കി. വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കുറെ കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ നോക്കി, പക്ഷെ അതൊന്നും ഒത്തില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി മുന്നോട്ടുള്ള വായനയിൽ നമുക്ക്, അതായത് ഒരു ആദ്യ വായന കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി വായിക്കാൻ തോന്നും, കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയാണെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഇത്രയും ഈയൊരു എന്താ പറയുക, ഇത്രയും വളരെ എക്സ്പ്രസീവായിട്ട് വളരെ കൃത്യവും പക്വവുമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണത്. ഞാൻ വായിച്ച അത്രയും പേജുകളിലും
അത്ര പക്വതയോട് കൂടി നടത്തിയൊരു നല്ലൊരു ജഡ്ജ്മെന്റ് ആണ്. പിന്നെ എല്ലാവരും പറയും എന്താ, അതായത് ഈ പറഞ്ഞ ശിക്ഷ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അത് പേഴ്സണലി ഞാൻ യോജിക്കുന്നു. ശിക്ഷ കുറഞ്ഞു പോയല്ലോ എന്ന് കാരണം ഞാനും ഒരു സ്ത്രീയാണ്, ഒരു അഭിഭാഷകയാണ് എന്നല്ല ഉപരി ഞാനും ഒരു സ്ത്രീയാണ്. ശിക്ഷ കുറഞ്ഞു പോയി എന്ന് പറയുന്നതിനകത്ത് ഞാനും യോജിക്കുന്നു. ശിക്ഷ കുറച്ച് ജീവപര്യന്തമാകാമായിരുന്നു. കാരണം ജീവിതാവസാനം വരെ ആ പെൺകുട്ടിയുടെ വേദന തീരുന്നില്ല. തീർച്ചയായിട്ടും ജീവപര്യന്തമാകാമായിരുന്നു എന്ന് ഞാൻ എന്നിലെ അഭിഭാഷക അങ്ങനെ എന്താ തീർച്ചയായിട്ടും പറയുന്നു. പക്ഷെ നമ്മുടെ കോടതിയുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കണം. കോടതിയുടെ ജഡ്ജ്മെന്റിനെ വളരെ പക്വതയോട് കൂടിയാണ് വിമർശിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും തോന്നിവാസം എഴുതി വെക്കാനും. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടാണ്, അതായത് ആ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഒരു 2 വെട്ട് വെട്ടി ട്രോളൊന്നും എന്തെല്ലാം തോന്നിവാസങ്ങൾ എഴുതി കാണിക്കുന്നു. ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളാണ്. ഈ ജഡ്ജിക്കെതിരെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ജഡ്ജി പ്രതികൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ചിരിക്കുന്നു. അതിജീവിത തന്നെ പറഞ്ഞിട്ടുണ്ട് ജഡ്ജിയെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പത്മ പറയുന്നു ജഡ്ജി വളരെ കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്, ആ ഒരു വിധിപ്പകർപ്പാണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഈ ആളുകൾ ഈ ജഡ്ജിയായ സ്ത്രീയെ കല്ലെറിയുന്നതിനോട് എന്താ പറയാനുള്ളത്? ഇത് പറയുമ്പോൾ പറയും പത്മാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് എന്തെന്നാണ് ഇപ്പൊ പറയുന്നത് വാക്കുണ്ട്, വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നത്. എത്ര വെള്ളപൂശി വെളുപ്പിച്ചാലും ന്യായത്തിന്റെ എന്താണ് ജനങ്ങളുടെ കോടതിയിൽ ഇതൊന്നുമില്ല. പത്മയ്ക്ക് PR ആയിട്ട് കാശ് കുറെ കിട്ടി വേണമെങ്കിൽ പറയുമായിരിക്കും, ദിലീപും കാശ് തന്നു, ജഡ്ജിയും കാശ് തന്നു എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്നിലെ അഭിഭാഷകയ്ക്ക് ഞങ്ങളുടെ ഓഫീസിന് ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ പറയുന്ന പോലെ ആദ്യം മനസ്സിലാക്കേണ്ട ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറയുന്നത് കോടതിയുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. ഈ മുൻസിഫ് കോടതി മുതൽ ജില്ലാ കോടതികളെല്ലാം കയറുന്നത് 11 മണിക്കാണ്. ഈ ഒരു 11 മണിയാകുമ്പോൾ അവിടെ കോടതിയിൽ ചെന്ന് നിന്ന് നോക്കൂ. ജഡ്ജി വരുമ്പോൾ അവർ ഡയസിനെയും അവിടെ നിൽക്കുന്നവരെയും ഒന്ന് തൊഴുകും. അതാണിത് മാറ്റിയത്. എന്നിട്ട് അവിടെ ഇരിക്കുന്നു. അത് ബഹുമാന സൂചകമായി നീതിദേവതയോട് കാണിക്കുന്നതാണ്. ഇത് അതിന്റെ ഒരു കീഴ്വഴക്കമാണ്. നമ്മുടെ കോടതിയുടെ ഒരു ഡെക്കോറം, ഒരു ചിട്ടയാണ്. ഇനി ഹൈക്കോടതിയൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 10 മണിക്ക് ബെല്ലടിച്ച് 10:15 ഹൈക്കോടതി തുടങ്ങും. 10:15 10:30 ആകുമ്പോഴാണ് കയറുന്നത് ഓരോ ജഡ്ജിമാർ. അത് അവരവരുടെ ഇതനുസരിച്ചാണ് കയറുന്നത്. ചിലർ കൃത്യം 10:15 കയറും, ചിലർ 10:30 കയറും. ഈ കയറുന്ന ആളുകളും ഈ ബഹുമാനപ്പെട്ട ജഡ്ജിമാരും അവരവരുടെ ഡയസിനെ ഒന്ന് തൊഴുതിട്ടാണ് ഇരിക്കുന്നത്. ഇത് കോടതിയുടെ ഒരു ചിട്ടയാണ്. ഇതിനെയാണ് ദിലീപിനെ കണ്ടപ്പോൾ എണീറ്റ് നിന്ന് തൊഴുതു. ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനെയാണ് ഞാൻ കുറ്റം പറയുള്ളൂ. ഒരാളൊരു വിഡ്ഢിത്തരം പറഞ്ഞു, അത് റിപ്പോർട്ട് ചെയ്തു. എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് പെർഫെക്റ്റ്ലി വാർത്തകളെ അനാവശ്യമായിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ, കാരണം മീഡിയനെ വിശ്വസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഘടകമാണ് മീഡിയ. ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ മീഡിയയിലൂടെ വരുന്ന വാർത്തകൾക്കും അത്തരത്തിലുള്ള പക്വത ഉണ്ടായിരിക്കണം എന്നുള്ളത് അത് ആ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടി അത് ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ വളരെ മോശമായ കാര്യമാണ്. ഇതൊന്നും നമുക്ക് അങ്ങനെ ഇത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളല്ല. ഈ വിധി വന്നപ്പോഴായാലും പോലും ചാനൽ ചർച്ചകളിൽ പറഞ്ഞത് നിരാശാജനകമായിട്ടുള്ള ഒരു വിധി, 8ാം പ്രതിയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ പ്രതിക്ക് ഇത്ര ശിക്ഷ കിട്ടണം. ഈ മനസാക്ഷിയുടെ കോടതി എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മനസാക്ഷി ആ കോടതി വെറുതെ വിട്ടോട്ടെ, പക്ഷെ മനസാക്ഷിയുടെ കോടതിയിൽ അയാൾ കുറ്റക്കാരനാണ്, അയാൾക്ക് ശിക്ഷ ലഭിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടില്ലേ KSRTC ബസ്സില് ആ നടന്റെ ഒരു സിനിമ ചിത്രീകരിച്ചതിന് പോലും റിയാക്ട് ചെയ്തത്. എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അയാളുടെ സിനിമ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലും കാണരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ഈ വ്യക്തി ഒരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് തെളിവാണ് വേണ്ടത്.
അപ്പൊ പറയും ഞാൻ വന്നോട് പറഞ്ഞു ടെന്നീസ് കോർട്ടിൽ വെച്ച് കണ്ടില്ലേ പിന്നെ അയാളുടെ എന്താ പറയുക അയാളുടെ ഓഫീസിലേക്കല്ലേ പോയത്. ഈ പറയുന്ന തെളിവുകളും രണ്ട് കാര്യങ്ങളുണ്ട്. എവിഡൻസുകൾ രണ്ട് തരമാണുള്ളത്. ഹിയർസേ എവിഡൻസ് ഉണ്ട്, ഇതിൽ പലതും ഹിയർസേകളാണ്. ഈ ഈ കേസിനകത്ത് നിരാശാജനകം എന്ന് പറയുന്ന ആളുകൾക്ക് ആദ്യം ഞാൻ മനസ്സിലാക്കിയത് വിധിപ്പകർപ്പ് വായിക്കാത്ത ആളുകളാണ്. വായിച്ചിട്ടില്ല. അത് വായിക്കുക തന്നെ വേണം. വായിച്ച ശേഷം വേണം ഞാൻ ഇത് സംസാരിക്കേണ്ടത്. വിധിപ്പകർപ്പ് വായിക്കാതെ സംസാരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പല ചാനൽ ചർച്ച കാണുമ്പോഴും മനസ്സിലാക്കുന്നുണ്ട് വിധിപ്പകർപ്പ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അത് എത്ര പേജ് ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാതെ വന്നിരിക്കുന്നവരാണ് കൂടുതൽ പേര്. പക്ഷെ വളരെ പക്വതയോടുകൂടി വിധിപ്പകർപ്പ് പഠിച്ച് പറയുന്ന ആളുകളെയും ചാനൽ ചർച്ചകൾ കാണുന്നുണ്ട്. അതിനകത്ത് അവരോടൊരു പ്രത്യേക ബഹുമാനം തോന്നാറുണ്ട്. കാരണം അതായത് കോടതി പറഞ്ഞ കാര്യങ്ങളെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഈ നടന്റെ 8ാം പ്രതിയായ നടന്റെ ഒരു ചിത്രം KSRTC ബസ്സിൽ കാണിച്ചപ്പോൾ അതിലത്തെ യാത്രക്കാർ അതിനെതിരെ പ്രതികരിച്ചത്, അത് ഈ സംഭവം നടക്കുന്നതിന് മുന്നേക്കാളേ ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ആ നടന്റെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമ കാണണോ കാണണ്ടോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. പക്ഷെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ആ ഒരു സിനിമ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് ഇത്രയധികം ഷോ ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളിലൂടെ മാത്രമല്ല. ഇപ്പൊ അയാളുടെ വേറൊരു സിനിമ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്, ഭയം ഭക്തി ബഹുമാനം അങ്ങനെ എന്തോ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് ദിലീപ് മാത്രം വിചാരിച്ചാൽ ഒരു സിനിമയാവില്ല. അതിലൊരു സംവിധായകനുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, അവരവരുടെ കഷ്ടപ്പാടുണ്ട്. തീർച്ചയായിട്ടും അവർ കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അവർ അതിനകത്തേക്ക് സിനിമയിലോട്ട് അതൊരു സിനിമയാക്കി മാറ്റുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഇങ്ങനെ കൗണ്ടറായിട്ട് ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ജാക്കി ഷ്രോഫിന്റെ കേസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ജാക്കി ഷ്രോഫിന്റെ സിനിമകൾ നമ്മൾ ഇന്ത്യക്കാർ മൊത്തം ബഹിഷ്കരിച്ചു. പിന്നെയും ഉണ്ട് പ്രശ്നം. കൃഷ്ണമൃഗത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടിയ വ്യക്തിയാണ് സൽമാൻ ഖാൻ. നമ്മൾ സൽമാൻ ഖാനെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മൃഗസംരക്ഷകരുണ്ടല്ലോ, അവരെല്ലാവരും എന്ത് ചെയ്തു, സൽമാൻ ഖാനെ അങ്ങോട്ട് ഇത് ചെയ്തോ, അത് എന്താ ബോയ്ക്കോട്ട് ചെയ്തോ? അതും വേണ്ട. ഇയാളല്ലേ എന്തായിരുന്നു നമ്മുടെ മറ്റൊരു സിനിമാ നടൻ ഉണ്ടല്ലോ, മാർക്കോയിലൊക്കെ അഭിനയിച്ച നടൻ ഉണ്ണി മുകുന്ദന്റെ പേരിലും ഒരു ആരോപണം വന്നിരുന്നു. ആ ആരോപണം വന്നപ്പോൾ നമ്മൾ അയാളുടെ സിനിമകളെ കാണില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും വേണ്ട. നമ്മുടെ ചില MLA-മാരുടെ പേരിൽ ഓരോരോ ഇത് വരുന്നുണ്ട്. ആ MLA നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ടോ? ഒരു MLA, ഒരു കവിത എഴുതുന്ന ഒരു MLA ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിലും ഇങ്ങനെയൊക്കെ കുറെ ആരോപണങ്ങൾ വന്നതല്ലേ. ആ MLA വേണ്ടെന്ന് ആണോ? അപ്പോ ശരിയാണ്, നമ്മുടെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളെല്ലാം ആകാം, ആക്ഷേപങ്ങളാവാം. പക്ഷെ അത് കുറച്ച് മിതത്വം പാലിക്കേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി പക്വമായിട്ട് നമ്മൾ എന്താ പറയുക പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു എന്താ പറയുക സിനിമ അതാണ് പണ്ടങ്ങാണ്ട് ഇറങ്ങിയൊരു സിനിമയാണ്. അത് ഞങ്ങൾക്ക് ഇനി അയാളെ കാണുകയേ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് കോടതി പറഞ്ഞു കുറ്റക്കാരനല്ലാണ്. എന്നാലും ഞങ്ങൾ അയാളുടെ പുറകെ പോകുന്നു എന്ന് പറയുന്നത് അത് ഇച്ചിരി കടുത്ത കൈയാണ്. പിന്നെ അന്നത്തെ ദിവസം ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ, അവരുടെ വീടിന്റെ പൊക്കത്ത് ഡ്രോൺ പറത്തി. അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന യാതൊരുവിധ പരിരക്ഷയില്ലേ? അവർക്ക് പ്രൈവസി ഇല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യത്തിനും നമുക്ക് എന്താണ്, നമ്മളെന്താ അവരുടെ ഒരു പ്രൈവസീനെ എന്തുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നില്ല? ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? ഇപ്പൊ പറയുമായിരിക്കും പത്മാലക്ഷ്മി ദിലീപിനെ ഇരുത്തി വെളുപ്പിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇത് പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു കേസിൽ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞു. അതേ ചാനലിൽ ഇരുന്നിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് പറഞ്ഞത് കോടതിയിലുള്ള
വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ, അതായത് ഈ വിധിപ്പകർപ്പ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് വായിക്കണം, അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു അതിക്രമം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും പ്രതികളെ വെറുതെ വിടാൻ പോവല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പ്രതിനെ ആത്മരക്ഷാർത്ഥം ഉപദ്രവിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കോടതിയിലൊരു വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ വേറെ കുറെ മീംസും ഉണ്ടായിരുന്നു, ഈ ദിലീപ് പൈസ കൊടുത്ത് കോടതിയെ വിലക്ക് വാങ്ങി എന്നുള്ള രീതിയിൽ മീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മീഡിയാസ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്ന കാലഘട്ടമാണ്. ഒന്നാമത് പ്രത്യേകിച്ച് ഈ AR VR XR പോലുള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഫുൾ ടൈം ഈ സിനിമ കാണുന്ന പോലെയാണ് ചാനലുകൾ ഇരുന്ന് കാണുന്നത്. അത് ആളുകളിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഈ ന്യൂസ് മേക്കേഴ്സ് പറയുന്നത് എത്തുന്നത്. അപ്പൊ ഇത്തരത്തിൽ കോടതിയിൽ വിശ്വാസമില്ല, പ്രതിനെ നമുക്ക് ആദ്യമേ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊല്ലാമായിരുന്നു, ആ രീതിയിലൊക്കെ പറയുന്നതിനോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും വിയോജിപ്പ് തന്നെയാണുള്ളത്. മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്, കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ എവിടെ കണ്ടിട്ടുള്ളതെന്ന് അറിയാമോ? NIA കോടതി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ NIA കോടതി വരും മാവോയിസ്റ്റുകളുടെ. അവർക്ക് കുറെ സിദ്ധാന്തങ്ങളുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, കോടതിയുടെ വിശ്വാസമില്ല, അങ്ങനെയൊക്കെ കുറെ അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടനയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തക പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. ഇവിടെ തന്നെയല്ലേ ബിൽക്കിസ് ബാനുവിന്റെ കേസ് നടന്നത്? ബിൽക്കിസ് ബാനുവിന് എന്താ നീതി കിട്ടിയില്ലേ? ബഹുമാന മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീനിയർ അഭിഭാഷക ശോഭാ ഗുപ്ത മാം ആണ് അപ്പിയർ ചെയ്തത്. ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടിയില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കോടതികൾ പ്രവർത്തിക്കുന്നത് എവിഡൻസ് ആണ്, തെളിവുകളിലാണ്. അല്ലാതെ ഒരു വ്യക്തിനെ പിടിച്ച് അകത്തിടാനോ. പണ്ട് എന്താ പറയാ, ഒരു പ്രമുഖ നടൻ ഇത് നടത്തുന്നുണ്ടല്ലോ, കലിംഗ സംവാദം. അതായത് കലിങ്കിൽ കയറി ഇരുന്നിട്ട് ഞാൻ ഇപ്പൊ തുപ്പുന്ന മുറുക്കാൻ ചുമപ്പാണെങ്കിൽ നീ തെറ്റുകാരൻ, വെള്ള വന്നു കഴിഞ്ഞാൽ നീ എന്താ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെയാണല്ലോ. അതുപോലെയൊക്കെയാണ് എന്താ ചിന്തയെങ്കിൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് വളരെ വിഷമത്തോടു കൂടി തന്നെ പറയട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ പറയുന്നത് ആദ്യം നിർത്തുക. നമ്മുടെ കോടതികൾ ഒരു തരത്തിലും അവർക്കൊരു ഇച്ഛാഭംഗവും സംഭവിച്ചിട്ടില്ല. അവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പോ ഇവര് പറഞ്ഞു നല്ലൊരു അഭിഭാഷകൻ ഉള്ളത് കൊണ്ടാണ് 8ാം പ്രതി രക്ഷപ്പെട്ടത്, നല്ലൊരു അഭിഭാഷകൻ ഉള്ളത് കൊണ്ടാണ്. എന്താണ് വിക്ടിമിന് നല്ല അഭിഭാഷകന് അതായത് കിട്ടിയില്ലേ? അത് സ്റ്റേറ്റ് നല്ലൊരു അഭിഭാഷകനെയല്ലേ വെച്ചിട്ടുള്ളത്. ഒരു കേസ് ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ 5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. വിക്ടിമിന്റെ 5 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഈ 5 സ്റ്റേറ്റ്മെന്റിനകത്തും 8ാം പ്രതിയെ പറ്റിയില്ല. അപ്പോൾ അതെന്താണ്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യം, പത്മലക്ഷ്മി ഇറങ്ങിയിട്ടുണ്ട്, കാശ് വാങ്ങി വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രോളായിരിക്കും. ഇതൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ അഭിഭാഷകൻ എന്ന നിലയിൽ, നിയമം പഠിച്ച ഒരാൾ എന്ന നിലയിൽ ഇത് ആ ഒരു ജഡ്ജ്മെന്റിനെ വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയിലോട്ട് പോട്ടെ, അപ്പീല് പോട്ടെ. ഈ അപ്പീല് പോകുമ്പോ ഈ കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, അല്ലെ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക? അപ്പീലിന് പോകുമ്പോ ഇവർക്ക് ഇവര് കോടതി പരിഗണിക്കാതെ പോയ കാര്യങ്ങളെന്ന് സർവേവറിന്റെ അഭിഭാഷകർ പറയുന്ന അവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഈ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നതിന്റെ ആ ഇഫേർട്ടിന്റെ പകുതി ഇഫേർട്ട് ആ കേസിൽ ഇട്ടിരുന്നെങ്കിൽ ആ കുട്ടിക്ക് നീതി കിട്ടിയാണ്. തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടുമായിരുന്നു. ഈ പറയുന്ന ചാനല് കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ വിഷ്വൽസ്, ഇത് 8ാം പ്രതിയും ഇയാളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ, ഇതൊക്കെ എവിടെ നിന്ന് അവർക്ക് കിട്ടി? പോലീസ് ചോർത്തി കൊടുക്കാതെ അവർക്ക് കിട്ടുമോ? ഈ ഫോൺ എവിടെ സബ്മിറ്റ് ചെയ്തതും പോലീസിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്തത്, അത് ചോർത്തി കൊടുത്തു. പിന്നെ അടച്ച കോടതിയിൽ നടന്ന 8 വർഷത്തെ വാദം,
ഈ 8 വർഷം അടച്ച കോടതിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഉം. അതായത് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള, അതായത് ആ കോടതിയിൽ മീൻസ് എൻ്റെ അറിവിൽ ഞാൻ അടച്ച കോടതിയിൽ കേസ് പറഞ്ഞിട്ടുള്ള അഭിഭാഷകയാണ്. ഉം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അടച്ച കോടതിയിൽ നടന്ന കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ജഡ്ജിക്കും അതെ. പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും പിന്നെ അവിടുത്തെ കോർട്ട് ഓഫീസർക്കും മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. ഉം. ഇത് മാധ്യമങ്ങൾ അതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി, അതിനു മുമ്പൊരു സ്റ്റോറി ഉണ്ടാക്കി. ഉം. അപ്പോൾ ഇതിനകത്ത് ഈ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ആരുടെ വേർഷനാണ് പുറത്ത് വന്നിട്ടുള്ളത്? പുറത്ത് വന്നിട്ടുള്ളത് മുഴുവനും അതിജീവിതയെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷക സംഘത്തിന്റെ വേർഷനാണ് പുറത്ത് വന്നിട്ടുള്ളത്. മറ്റേ ഭാഗത്ത് നിന്ന് നമ്മളാരും എന്താ പറയുക അത് കേട്ടിട്ടില്ല. ഇപ്പൊ ഒരുപാട് മീംസ് ഇറങ്ങുന്നുണ്ടല്ലോ, ഈ പ്രതി കോടതിക്ക് വില കൊടുത്ത് വാങ്ങി. ജനറൽ ആയിട്ട് ചോദിക്കുക, അങ്ങനെ ഒരാൾ കുറച്ച് പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ വിലക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കോടതി? അത്ര ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം തന്നെ അർഹിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോടതികൾക്ക് നമ്മുടെ കോടതികൾ അത്രയും പക്വമായ കോടതികളാണ്. അഭിഭാഷകയായപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ എൻ്റെ ചോദിച്ചു എന്ത് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര അഭിമാനത്തിലാണ്. നോബിളായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഐ എം ടു പ്രൗഡ്. എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ ഒരു അഭിഭാഷകയാണെന്ന് പറയുന്നത്. നമ്മുടെ കോടതികൾ എമൗണ്ട് കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ എന്താണ് ഈ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നവർ അവരെന്താണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും അത്തരം ഭാഗങ്ങളെ അതായത് കണ്ടന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും അതെല്ലാം തെറ്റായിട്ടുള്ള, അത് മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുന്നത് കാണുമ്പോൾ അത് കണ്ടന്റ് ആയിട്ട് മാധ്യമപ്രവർത്തകർ പറയുമ്പോഴും അത് കണ്ടന്റ് ആയിട്ട് തന്നെ കാണണം എന്ന് ഞാൻ പറയുന്നു.